ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു മുഖ്യനില്ല. അതാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. അതാണ് കറക്റ്റ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ഒരാളെ ചോദിച്ചപ്പോ 3 പേരെ കൊടുക്കാൻ നിന്നാ നടക്കൂ. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ലോട്ടറി ഒരുപോലെയാണ്. നാളെയാണ് മുഖ്യമന്ത്രി, നാളത്തെ മുഖ്യമന്ത്രി നിങ്ങളാകാം, നാളത്തെ മുഖ്യമന്ത്രി ഞാനാകാം, നാളത്തെ ഞെറുക്കെടുപ്പ്. എന്തൊരു അവസ്ഥയാണെന്ന് അറിയാമോ? ശരിക്കും നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി തീരുമാനിക്കാത്തത്? അത് ഒരു വലിയൊരു കഥയാണ്. ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതൊരു വലിയ കഥയാണ്. നിനക്കൊരു കഥ പോലെ തന്നെ ഞാനത് പറഞ്ഞുതരാം. പറയടേ. അതായത് 2 കുട്ടികൾ 10 വർഷമായിട്ട് ഇങ്ങനെ തോറ്റു കിടക്കുന്നു. അവസാന പരീക്ഷയിൽ അവർ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ നല്ല റിസൾട്ടോടെ പാസ്സായി. അടിപൊളി. അപ്പോ സ്കൂളിലും കയറാതെ ക്ലാസ്സിലും വരാതെ ഡൽഹിയിലൊക്കെ കറങ്ങി നടന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, എനിക്ക് 1ാം റാങ്ക് വേണം. എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അതങ്ങനെ കൊടുക്കാം. അവർ രണ്ടുപേരും സമ്മതിക്കൂ. അത് പറ്റൂല. അത് പറ്റൂല. പരീക്ഷ എഴുതാൻ കൊടുക്കണം. പരീക്ഷ എഴുതാൻ കൊടുക്കണം. അതാണ് പ്രശ്നം. ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ഇത് ഞാൻ ഒന്നും പഠിച്ചില്ല, ജനങ്ങൾ പലതും പഠിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രതിപക്ഷ കസാര ഇരിക്കണ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? ടെൻഷൻ വേറെ ഒന്നുമല്ല. നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിയുമ്പോഴേ ഈ ബാക്കി തീരുമാനിക്കാത്ത ആൾക്കാരില്ല, അവരൊന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പണിക്കുറവുണ്ട്.